എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരട്ടെ. നീ മോളടുത്ത് പോകുന്നല്ലേ, ഇന്നാ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിക്കോ. ഇതെത്തുവാ ഇതെന്തുന്നാണുള്ളത്? കിട്ടുന്നത് വാങ്ങ്. ഇന്ന് ലോട്ടറി വിറ്റ പൈസയാന്ന്. എന്നാ പിന്നെ ഞാൻ 2 ദിവസം നിന്നിട്ടേ വരുള്ളേ. 2 ദിവസം കഴിഞ്ഞിട്ട്. 2 ദിവസം കഴിഞ്ഞിട്ട് വാ. മോള് കൊറേ ആയി വിളിക്കുന്നത്. 2 ദിവസം കഴിഞ്ഞിട്ട് വരണേ വേഗം. 2 ദിവസം കഴിഞ്ഞിട്ട് വരാം. മോളോട് അച്ഛന്റെ അന്വേഷണം പറയണേ. പറയാ. വിനിതേ, നീ ബസ് കിടക്കുന്നിടത്ത് തന്നെയുണ്ട് ഒരു ഫ്രൂട്ട്സ് കട. അവിടെ എന്തെങ്കിലും വാങ്ങിച്ചോട്ടാ. അത് ഞാൻ നോക്കിട്ട് വാങ്ങിക്കോളാം. ഏട്ടാ മാങ്ങക്ക് എത്ര ഏട്ടാ? ഇത് ആപ്പിളാ? 1/2 കിലോ മാങ്ങ തന്നെ. 3 ഉണ്ടാവുക? ആയാ എന്നാ 1/2 കിലോ ഇതുണ്ടാ ആപ്പിള്. ബത്തക്കൊക്കെ എത്രയാ മോനെ? എന്നാ ഒരു ബത്തക്കുണ്ട്. എത്ര മോനെ പൈസ? ആരാണീ വരുന്നത്? ഓ, വരുന്നുണ്ടല്ലോ കെട്ടും കടയൊക്കെ ആയിട്ട്. ഇവിടെ പൊറുതി തുടങ്ങാനായിട്ടാണ് തോന്നുന്നുണ്ട്. മോക്കടെ സുഖവിവരം അന്വേഷിക്കാൻ വരുന്നു. മോളെ ഇവിടെ പട്ടിണി കിട്ടേക്കല്ലേ, നേരെ നേരെ അന്വേഷിക്കാനായിട്ട് വരാൻ. 2 മാസമല്ലേ ആയുള്ളൂ ഇപ്പൊ വന്നു പോയിട്ട്. ഇങ്ങനെ എപ്പോഴെപ്പോഴും വരുന്ന അങ്ങോട്ട് വരട്ടെ, കൊടുക്കാൻ. കാണാത്ത പോലെ ഇരിക്കാം. ചേച്ചി എടി നീക്കിയേ, എന്റെ അമ്മ വന്നിട്ടാ. എന്താണ് സുഖാണോ? അമ്മ എന്തെല്ലാം കുറച്ച് ഫ്രൂട്ട്സ്, കുറച്ച് വത്തക്കെല്ലാം വാങ്ങി. ഓ, ഇതൊക്കെ ഇവിടെ കിടന്ന് ചീഞ്ഞു പോകണേ. ഈ മഴക്കാലത്ത് ഇപ്പൊ ആയിരിക്കാണ് ഈ ഫ്രൂട്ട്സിനൊക്കെ ആവശ്യമുള്ളത്? ഇതില്ലേ പടിഞ്ഞാപ്പുറത്തെ മത്തങ്ങ കിഴക്കേപ്പുറത്ത് കാഴ്ച വെക്കണ പോലെയാണിത്. അതങ്ങനെ ആക്ക്, എവിടെയെങ്കിലും കൊണ്ടുവരുത്ത്. അതല്ല അങ്ങനെയല്ല പറയാം. അമ്മ ഒന്ന് കാര്യാക്കണ്ട. അമ്മ ഇരിക്ക്. അമ്മ ചോറുന്ന അമ്മ. ചോറുന്നു മോളെ. ഞാൻ ചായ വെക്കട്ടെ എന്നാല്. മക്കള് വരാനായോ? ഇല്ല അമ്മ, അവര് കൊറേ കയ്യും വരാൻ വേണ്ടിട്ട് 4:30 പിന്നില്ല അമ്മ 2 ദിവസം നിന്നിട്ട് പോയാ മതിയേ. നോക്കട്ടെ. അയ്യ അമ്മ എന്തായാലും നിന്നിട്ട് പോയാ മതി. ഞാൻ ചായ വെക്കട്ടെ, അവിടെ ഇരിക്ക്. ഓ, ഇനിയിപ്പോൾ ഇവിടെ നിർത്താനാണ് പരിപാടി. കെട്ടുംകടയൊക്കെ എടുത്ത് പോകുന്നത് അതിനാണല്ലേ? ഒരു നിർത്തൽ. അത് ഞാൻ കാണിച്ചു കൊടുക്കാം. നിർത്തൽ പണിയൊക്കെ ഉണ്ടാവിന്തേ? പണിയെല്ലാം ഉണ്ട് ചേച്ചി. ലോട്ടറി എല്ലാം നല്ലോണം പോകുന്നുണ്ട്. പിന്നെ ശ്രീധരാട്ടനുണ്ട് കടയില്. ഇവിടെയാണ് ഈ ചെക്കന് ഒരു പണിയുമില്ല. ഓ, എന്തൊരു കഷ്ടപ്പാടാണ്. കുറെ നാളായി ചെക്കൻ 10 പൈസയുടെ പണിയില്ല, പോകാനും പറ്റണില്ല പണിക്ക്. എപ്പോഴും ഈ വിരുന്നുകാർ ഒരു ദിവസം വന്നില്ലേ, ഒന്നിക്കൊന്നൊരാടം വിരുന്നുകാരും. അവർക്കാണെങ്കിൽ ചോറും ചായയൊക്കെ കൊടുക്കണം, നല്ല ചിലവില്ലേ? ഇത് ഇവനൊരാൾ പോയിട്ട് വേണ്ട ഈ പണി എടുത്ത് എന്തെങ്കിലും കൊണ്ടുവന്നെങ്കിലല്ലേ നമുക്കിതൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. ചെക്കനാണെങ്കിൽ യാതൊരു പണിയുമില്ല, കഷ്ടപ്പാടാണിപ്പം. വിന്തക്കപ്പയിൽ ഓർഡർ കച്ചവടമൊക്കെ ഉള്ളതുകൊണ്ട് നിൽക്കാനൊന്നും പറ്റൂലല്ലോ അല്ലേ? അങ്ങനെ ഇല്ല, നിക്കൊന്നുമില്ല. ശ്രീധരാട്ടനോട് ഒറ്റക്കല്ലേ ഉള്ളൂ. ഞാൻ വന്ന് മോളെയും കണ്ടിട്ട് ഒന്ന് പോകാന്ന് വിചാരിച്ചതാണ്. ഓ, അതെല്ലേ. അമ്മ ചായ കുടിക്ക്. ചായ എടുക്കാമേ? അപ്പൊ എടുക്കാം. അടുക്കളയിൽ കുറെ പാത്രം ഉണങ്ങി കിടക്കണുണ്ട്, ഞാനതൊന്ന് പോയി കഴുകി വെക്കട്ടെ. അമ്മയുടെ ഇരുന്ന് ചായ കുടിച്ചോ, ഞാൻ കഴുകി വെച്ചോളാം. അമ്മ ചായ കുടിക്കേ. അപ്പൊ എടുത്ത് കഴിക്കുമ്പോ ഞാൻ പാത്രം കഴുകി വെക്കട്ടെ. കഴുകി വെച്ചിട്ട് വിന്ത ചായ കുടിക്ക്. കുടിക്കേച്ച്. ഇപ്പൊ പോയാ 4 മണിക്കൊരു ബസ്സുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് ബസ്സില്ല. കുറെ കഴിഞ്ഞിട്ടാണെങ്കിൽ ബസ് ഉണ്ടാവൂല. വിന്തൊക്കെ അവിടെ ചെന്നിട്ട് കുറെ കാര്യങ്ങളുള്ളതല്ലേ. ഞാൻ പോകേന്ന് വെച്ച് മോളെ ഒന്ന് കാണട്ടെ. ഒരു നിൽക്കാൻ പരുത്ത് ഞാനിപ്പോൾ നിർത്തി കൊടുക്കാം.
അമ്മ ചായ കുടിച്ചാ? ആ ചായ കുടിച്ചു. അമ്മ പോട്ടെ മോളെ, അമ്മ പോവാനാ? അച്ഛനാടെ ഒറ്റക്കല്ലേ മോളെ. പക്ഷെ അമ്മ എന്താ പറഞ്ഞത്? അമ്മ 2 ദിവസം നിക്കാന്ന് പറഞ്ഞിട്ട്. ഇനി വേറൊരു ദിവസം വന്നാ നിക്കാം. വേണ്ട അമ്മ പോണ്ട അമ്മ, അമ്മ 2 ദിവസം നിക്കമ്മേ. മോള് ഒരു ദിവസം മക്കളെയും കൂട്ടിയിട്ട് അങ്ങോട്ട് വന്ന് 2 ദിവസം. അമ്മ എന്തൊക്കെ പറഞ്ഞത് കേട്ടിട്ടാ? അമ്മ ഒന്നും പറഞ്ഞില്ല മോളെ. ഇല്ല മോളെ, നിക്കമ്മ വന്നിട്ട് ഒന്ന് വർത്താനം വരെ പറയാൻ പറ്റിയിട്ടില്ല. മോള് 2 ദിവസം അങ്ങോട്ട് നിക്കാൻ അങ്ങോട്ട് പോകാം. പോണ്ട അമ്മ. അമ്മ ഇല്ലെങ്കിൽ അച്ഛനൊന്നും ശരിയാവൂല കേട്ടാ. അമ്മ പോട്ടെ. ആടെ പോവമ്മേ. വേണ്ട മോളെ, അമ്മ പോകാം. അച്ഛനാടോ ഒറ്റക്കല്ല, അമ്മ പോകാം കേട്ടോ. മക്കളെ കാണാണ്ട്. മക്കളെ ഇനി ഒരു ദിവസം കാണാം. 4 മണിക്ക് ഒരു ബസ് ഉണ്ട്. എന്നാ വേഗം പോകും. അമ്മ എന്തുണ്ടായിട്ടും കാര്യമില്ല, മനസ്സ് നന്നാവണമെന്ന് നമ്മൾ പറയാറില്ല. ഈ കഥയിലെ ഈ അമ്മായിയമ്മയുടെ മനസ്സ് നല്ലതായിരുന്നുവെങ്കിൽ എന്ത് സന്തോഷത്തിൽ പോകേണ്ട ഒരു കുടുംബമായിരുന്നു അത്. മകളെ കാണാൻ വന്ന അമ്മ എത്ര സന്തോഷത്തിൽ തിരിച്ചു പോകുമായിരുന്നു. പക്ഷെ സംഭവിച്ചതോ